പ്രിയപ്പെട്ട ക്രിക്കറ്റ് ആരാധകരെ, ഇന്ത്യ-ഇംഗ്ലണ്ട് ആദ്യ ടെസ്റ്റ് മാച്ചിൽ ഇന്ത്യ നല്ല നിലയിൽ നിന്ന ശേഷമാണ് തോൽവി വഴങ്ങേണ്ടി വന്നത്. ടോസ് നേടിയ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ബാറ്റിംഗിന് കയറിയ ഇന്ത്യ യശസ്വി ജയ്സ്വാൾ, ശുഭ്മാൻ ഗിൽ, ഋഷഭ് പന്ത് തുടങ്ങിയവരുടെ സെഞ്ചുറികളുടെ കരുത്തിൽ 471 റൺസ് നേടി. ഒരു സമയത്ത് 446-4 എന്ന ശക്തമായ നിലയിൽ നിന്നുമാണ് ഇന്ത്യ 471 റൺസിന് ഓൾ ഔട്ടായത്. അവസാന 6 ബാറ്റർമാരിൽ ജഡേജ മാത്രമാണ് 2 അക്കം കടന്നത്, അതും 11 റൺസ്. മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇംഗ്ലണ്ട് ഒലി പോപ്പിൻ്റെ സെഞ്ചുറിയുടെയും ബെൻ ഡക്കറ്റ്, ഹാരി ബ്രോക്ക് തുടങ്ങിയവരുടെ അർദ്ധ സെഞ്ചുറികളുടെയും കരുത്തിൽ 465 റൺസ് നേടി. ജസ്പ്രീത് ബുംറയുടെ 5 വിക്കറ്റ് പ്രകടനം ഇന്ത്യക്ക് 6 റൺസിൻ്റെ ലീഡ് സമ്മാനിച്ചു. സെക്കൻഡ് ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യ 364 റൺസ് നേടാനേ സാധിച്ചുള്ളൂ. ഋഷഭ് പന്ത്, KL രാഹുൽ എന്നിവരുടെ സെഞ്ചുറികളാണ് ഇന്ത്യയെ 364 റൺസിലെത്തിച്ചത്. 371 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഇംഗ്ലണ്ടിന് മികച്ച തുടക്കമാണ് കിട്ടിയത്. സാക് റൗളിയും ബെൻ ഡക്കറ്റും ചേർന്ന് ഓപ്പണിംഗ് വിക്കറ്റിൽ 188 റൺസാണ് അടിച്ചെടുത്തത്. പിന്നീട് ഇന്ത്യ കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ എടുത്തുവെങ്കിലും ജോ റൂട്ടും ജെമ്മി സ്മിത്തും ചേർന്ന് ഇംഗ്ലണ്ടിനെ വിജയത്തിലേക്ക് നയിക്കുകയായിരുന്നു. സെക്കൻഡ് ഇന്നിങ്സിൽ ജസ്പ്രീത് ബുംറയ്ക്ക് വിക്കറ്റുകളൊന്നും എടുക്കാൻ സാധിക്കാത്തതും ഫീൽഡിങ്ങിലെ ഡ്രോപ്പ് ക്യാച്ചുകളുമാണ് ഇന്ത്യക്ക് തിരിച്ചടിയായത്. 5 സെഞ്ചുറികൾ നേടിയിട്ടും ഒരു ടെസ്റ്റ് മാച്ച് തോൽക്കുന്ന ആദ്യ ടീമെന്ന നാണക്കേട് ഇന്ത്യയുടെ പേരിലായി. വൈസ് ക്യാപ്റ്റനായ ആദ്യ മത്സരത്തിൽ 2 ഇന്നിങ്സിലും സെഞ്ചുറി നേടിയ ഋഷഭ് പന്തിൻ്റെ പ്രകടനം എടുത്തു പറയേണ്ടത് തന്നെയാണ്. ശുഭ്മാൻ ഗില്ലിൻ്റെ നേതൃത്വത്തിലിറങ്ങിയ ഇന്ത്യയുടെ യങ് ടെസ്റ്റ് ടീമിൻ്റെ 2025-27 ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലെ ആദ്യ മത്സരമായിരുന്നു ഇത്. ഈ മത്സരത്തെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ക്രിക്കറ്റ് വിശകലനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.